പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഡിസംബർ 5-ാം തീയതി വെള്ളിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ, ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങൾ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന കാലമാണ്. പൊതുവേ നമ്മൾ നോക്കിപ്പാർക്കുന്നൊരു വിഷയം എന്താ? ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്താ? അത് സെൻറ്റ് പോളിൻ്റെയും ആദിമസഭയുടെയും എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ്. റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വിഷയം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ EMI എന്നൊക്കെ പറയത്തില്ലേ, നമ്മളെവിടെയെങ്കിലും ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റായിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കും, EMI. അപ്പോൾ നമ്മൾ എടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് നമ്മൾ പലിശ സഹിതം അടക്കണം. പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI വളരെ ചുരുക്കമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സെൻറ്റ് പോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്ന വെളിപാട്. അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്തു ചെയ്യണം? നമ്മളതൊരു ഷെയറായിട്ട് നമ്മുടെ ഷെയറായിട്ട് അടയ്ക്കുക. കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ. ഇപ്പോൾ ഈശോയുടെ സീല് അടിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി. ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം കയർ ഫാക്ടറികളില്ലേ. അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ ഈ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലൊക്കെയാണേ. തറയൊക്കെ കെട്ടി ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യണതാണ്. പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട്. എന്താണ്? നമ്മുടെ സഹനങ്ങളെ ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സീലടിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് ആകത്തുള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലരൊക്കെ എന്ന് വാസ്തവത്തിൽ ഇത്തിരി സഹനം കൂടുതൽ വാങ്ങിക്കും. അവിടെ ഇപ്പം ഈശോയ്ക്കൊന്നും മാക്സിമം വാങ്ങിച്ചില്ലേ. അതിൽ ഈശോയുടെ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ, 20 വയസ്സിലൊക്കെ മരിക്കണ മക്കളില്ലേ, 30 വയസ്സിൽ മരിക്കും. അപ്പന്മാർ തന്നെ നമുക്ക് 3-4 വയസ്സുള്ളപ്പോൾ മരിക്കും.
ചിലപ്പോൾ 10 വയസ്സുള്ളപ്പോൾ മരിക്കും. എൻ്റെ അപ്പൻ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ മരിച്ചത്. അപ്പോൾ ഈ വിഷയം അപ്പം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന്, ഇന്നത്തെ കഷ്ടതയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിൾ പറയണത്. അല്ല, കഷ്ടങ്ങളെ കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോയി നടക്കരുതെന്നാണ് പറയണത്. എന്ത് ചെയ്യണം? അത് നമുക്ക് ലഭിക്കായ മഹത്വത്തോട് താരതമ്യം ചെയ്ത് അതിൻ്റെ ഷെയറായിട്ട് നടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണം ലാഭമാണെന്നൊക്കെ പൗലോസ് പറയണില്ലേ? ആ രീതിയിലാണ് പറയണത്. കാരണം ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ എനിക്ക് മരണം നേട്ടമാണെന്ന് പറയണത്. ഈ മരണം നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിൽ എനിക്ക് വീടില്ല, ജോലിയില്ല, ഭർത്താവ് നേരത്തെ മരിച്ചു, കുഞ്ഞുങ്ങളെന്നെ മനസ്സിലാക്കണില്ല, മക്കളെന്നെ മനസ്സിലാക്കണില്ല, ഈ അവലാതിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത്. അവലാതികൾ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞു, ഒരു ദിവസം വരും, അത് നിങ്ങൾ എന്നോട് ഒരു അവലാതിയും ചോദിക്കത്തില്ലെന്ന് പറയും. എന്താ കാര്യം? ആ ദിവസം ഏതായിരിക്കും? കർത്താവിൻ്റെ ലഭിക്കായ്ക്ക് മഹത്വത്തിന് വേണ്ടി നമ്മൾക്ക് നിന്ന് വാങ്ങിക്കുന്ന EMI ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ. അമ്മയുടെ ജീവിതത്തിലേക്ക് ഭയങ്കര ഓർക്കുകയും ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് 20ാമത്തെ ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു. പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത്. 10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഈശോയും വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഒറ്റക്കായി. ശരിക്കും. അപ്പോൾ ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും, പക്ഷെ അവർക്ക് ഉള്ള വിഷയം അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് അവർ? എന്ത് വചനത്തിലാണ്? നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവത്വം വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും, സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അമ്മ ആ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ ഔസേപ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം വകവെച്ച് അതിനെയൊക്കെ എടുത്ത് വർദ്ധിത സന്തോഷമാക്കുകയും ആന്തരിക സന്തോഷമാക്കി മാറ്റണം. അങ്ങനെ അപ്പം ഇതിൻ്റെ വിഷയം ജീവിതത്തിൽ പല കാലാവസ്ഥകളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവം എന്നോട് എന്തോ അനുമതി ചെയ്ത്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കണമല്ല, എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത്, എനിക്ക് മക്കളില്ല, ഈ മരണം വരെ മക്കളില്ലാത്തവർ, എനിക്ക് മക്കളില്ലേ, അവർക്കെല്ലാം മക്കളുണ്ട്, ഇപ്പോൾ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കിയാൽ, അങ്ങനെ ഒന്നും പറയരുത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. കാര്യം എന്താണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നമ്മൾ അപരാധികൾ നിർത്തും. ഞാൻ ഇന്നലെ പറഞ്ഞത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്, ഇന്ന് പറയണത് ആന്തരിക മനുഷ്യനെക്കുറിച്ച്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ഓളോണേഴ്സാണ് ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ ഇത് പറ്റും. ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം വളരണം മക്കളെ. ഒരു ദിവസം ദൈവം തരണത് ക്രിസ്തു വളരാൻ വേണ്ടിയാണ്. അപ്പോൾ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ, നിരാശയില്ലാതെ പ്രത്യാശയോടെ മുന്നേറുക. പ്രൈസ്ലാണ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.